നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം മുഖ്യമന്ത്രി കസേര തെറിക്കുമെന്നറിഞ്ഞിട്ടും പാർട്ടിയുടെ മുഖം വികൃതമാകുമെന്നറിഞ്ഞിട്ട് പോലും മകളെ വിട്ടു നൽകാൻ പിണറായി തയ്യാറായിരുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും മകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഉറച്ച തീരുമാനത്തിലായിരുന്നു പിണറായിയുടെ ഓരോ ചുവടുവെപ്പും. പക്ഷേ ആ പെടാപ്പാടൊക്കെ വെറുതെ ആയി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. വീണ വിജയനെ ഏത് നിമിഷവും ഇടി പൂട്ടും, അറസ്റ്റ് ചെയ്യും. ഇനി തീഹാർ ജയിലിലായിരിക്കും അഴിയെണ്ണി വീണ കഴിയുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ വീണ മാത്രമല്ല, ഒരുപക്ഷെ പിണറായിക്കും കുരുക്കു വീഴും എന്ന തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടെ പുറത്തേക്ക് വരികയാണ്. CMRL എക്സാലോജി കേസിൽ വീണയ്ക്ക് ED സമൻസ് അയച്ചതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. കേസിൽ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നും CMRLന് യഥാർത്ഥ സേവനം നൽകിയതിന് പിണറായി അത് മറുപടി പറയേണ്ടി വരും എന്നും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്നും ഒക്കെയാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഒരു സേവനവും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക് പണം വാങ്ങി എന്നതിൽ തർക്കമില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ പണം വീണയ്ക്ക് നൽകിയതെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ആർക്ക് വേണ്ടിയാണ് വീണയ്ക്ക് പണം കൊടുത്തത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും അവിടെ അവശേഷിക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. BJP നേതാവ് ഷോൺ ജോർജ് ഇതേക്കുറിച്ച് മറുപടി നൽകി രംഗത്ത് വന്നിരുന്നു. കേസുമായി ബന്ധപ്പെട്ട പരമാവധി രേഖകൾ EDക്ക് കൈമാറി കഴിഞ്ഞുവെന്നാണ് വിവരം. കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചിരുന്നു. ED സമൻസിനെ നേരിടേണ്ടത് വീണയാണ് എന്നാണ് KK ശൈലജയുടെ പ്രതികരണം. പ്രതിപക്ഷം നേതാവിനും മകൾക്കും എതിരായ നടപടി രണ്ട് തരമാണെന്നും വീണയ്ക്കായി പാർട്ടി ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് AN കൃഷ്ണദാസും വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ED നീക്കങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതേസമയം മാസപ്പടി കേസിൽ സുപ്രധാന നീക്കവുമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുവശത്ത് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED സമൻസ് അയച്ചു കഴിഞ്ഞു. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത്. വീണയ്ക്കൊപ്പം 8 CMRL ഉദ്യോഗസ്ഥന്മാർക്കും സമൻസ് നൽകിയിട്ടുണ്ട്. കേസിൽ അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് സൂചന. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായിട്ട് എത്തേണ്ടുന്നത്. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ചു കഴിഞ്ഞു. വീണയ്ക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടെന്നാണ് ED പറയുന്നത്. കഴിഞ്ഞ ദിവസം ED ഡയറക്ടറായ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. വീണയ്ക്കെതിരെ അടക്കം കേസിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ യോഗത്തിൽ വിലയിരുത്തി കഴിഞ്ഞെന്നാണ് സൂചന. ഇതിന് പിന്നാലെ തുടർ നടപടി വേഗത്തിലാക്കണമെന്ന് ഡയറക്ടർ നിർദ്ദേശിച്ചതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പച്ചക്കൊടി ലഭിച്ച സാഹചര്യത്തിലായിരുന്നു ഈ നിർദ്ദേശം. അടുത്തിടെ നടത്തിയിട്ടുള്ള റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും ED കടക്കുകയാണ്. മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ ഒന്ന് ഈ പറയുന്ന വീണയുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. HDFC ബാങ്കിലെ അക്കൗണ്ടിലെ പണം ഉൾപ്പെടെ ED കണ്ടുകെട്ടിയേക്കുമെന്നാണ് സൂചന. ഇതിനായി വരും ദിവസങ്ങളിൽ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകാനുള്ള ഒരുക്കത്തിലാണ് ED. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനും ED ആലോചിച്ചു വരികയാണ്. റെയ്ഡുകളിലൂടെ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാങ്ക് രേഖകളും നിലവിൽ ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയുടെ നിയന്ത്രണത്തിലാണ്. CMRL സുപ്രീം കോടതിയിലെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ പഴുതടച്ചിട്ടുള്ള അന്വേഷണം അതാണ് ED ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നതാണ് നിലവിലത്തെ കേസ്. ഇതിനിടെ എക്സാലോജിക് CMRL ഇടപാട് കേസിൽ വീണ വിജയനും CMRLനും തിരിച്ചടിയായ വാർത്തകളും പുറത്തുവന്നു. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള പ്രധാന രേഖകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിട്ടുകൊടുക്കണമെന്ന് ഉത്തരവിട്ട കോടതി വിധിയും വീണയ്ക്ക്
തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇഡി നൽകിയ അപേക്ഷയിൽ കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയുടേതാണ് ഈ പ്രധാനപ്പെട്ട വിധി. 54 വാല്യങ്ങളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന 134 നിർണായക രേഖകളാണ് ഇഡിക്ക് ഇത്തരത്തിൽ കൈമാറേണ്ടി വരിക. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണയുടെ IT റിട്ടേൺസ് എന്നിവയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇഡി വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും സൂചനയുണ്ട്. രേഖകൾ ഇഡിക്ക് നൽകുന്നതിനെ CMRL ശക്തമായി എതിർക്കുന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണയ്ക്ക് പുറമെ എക്സാലോജിക്, ശശിധരൻ കർത്ത, CMRLന്റെ സഹോദര സ്ഥാപനം എന്നിവരാണ് മറ്റ് പ്രതികളായിട്ട് ഈ കേസിലുള്ളത്. സേവനം നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റി എന്നതാണ് സുപ്രധാനപ്പെട്ട കണ്ടെത്തൽ. CMRL 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കാര്യങ്ങൾ ഇത്തരത്തിൽ പോകുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ശ്രമിച്ചതെല്ലാം പരാജയപ്പെട്ടു പോകുകയാണ്. മകളെ ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ പല നേതാക്കന്മാരും നിലപാട് മാറ്റി പതുങ്ങുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെടുന്നു. അതായത് ഈ ഇഡി അന്വേഷണം ഉണ്ടായ സമയത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇഡി എത്തിയ സമയത്ത് വലിയ രീതിയിൽ പ്രവർത്തകരെ കൂട്ടി ആക്രോശം നടത്തിയിട്ടുള്ള സഖാക്കന്മാരിൽ പലരും നിലപാട് മാറ്റി ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് പിണറായിക്ക് കാവലിരുന്ന പല സഖാക്കന്മാരും ഇന്ന് ഈ കേസിനെ പറ്റി സംസാരിക്കാൻ പോലും പേടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ട് ചില പ്രവർത്തകർ പാർട്ടി ഓഫീസിൽ കയറി കൂടിയപ്പോൾ അവർക്ക് പുറത്ത് കാവലിൽ നിന്നതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളടക്കം ഇത് വേറെ കേസാണ് എന്നുള്ള തരത്തിലൊക്കെ പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പാർട്ടി പ്രതിരോധത്തിനില്ല എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വീണയുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ എന്ന നിലപാടിലേക്കാണ് CPA ഉൾപ്പെടെ എത്തുന്നത് എന്നാണ് സൂചന. മുൻപ് ഇഡി റെയ്ഡിനെത്തിയപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത നൽകി പ്രതിരോധം തീർത്ത CPM പുതിയ സാഹചര്യത്തിൽ വീണയെ കൈവിടുന്നു എന്നുള്ളത് ഇതോടെ വിമർശനമായിട്ട് ഉയരുന്നുണ്ട്. വീണയെ കൈവിടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന നേതാക്കന്മാരുടെ ഓരോ പ്രതികരണങ്ങളും. വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നാണ് CPM രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് പ്രതികരിക്കുന്നത്. SFIOയുടെ അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് CMRL നൽകിയിട്ടുള്ള രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. ഈ മന്ത്രിസഭ 2 പേർ പണം കൈപ്പറ്റി എന്ന് സമ്മതിച്ചതാണ്. അത് വച്ച് നോക്കുമ്പോൾ വീണ വാങ്ങി എന്ന് പറയുന്നത് എത്രയോ ചെറിയ തുക. ആ പണം രേഖാമൂലം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇഡി സമൻസ് നിയമപരമായി നേരിടാനുള്ള പ്രാപ്തി സമൻസ് ലഭിച്ച വ്യക്തിക്കുണ്ട് എന്നും CPM അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുമാണ് ഈ വിഷയത്തിൽ AN കൃഷ്ണദാസിന്റെ പ്രതികരണം. സമാന നിലപാടിലേക്ക് CPM നേതാക്കളൊക്കെ തന്നെ നീങ്ങുകയാണ്. നേരത്തെ ഇഡിക്കെതിരെ ആക്രമണം നടത്തിയിട്ടുള്ള SFI പ്രവർത്തകരടക്കം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിലപാട് മാറ്റം. പുതിയ സാഹചര്യത്തിൽ വീണയുടെ കാര്യം വീണ നോക്കട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തുന്നു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലേക്ക് ഹാജരാകണമെന്നാണ് നിലവിൽ വീണയ്ക്ക് നൽകിയിട്ടുള്ള നോട്ടീസ്. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർ കൂടെ ഉണ്ടാകും എന്നാണ് സൂചന. CMRLുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചില ചോദ്യം ചെയ്യൽ ഇഡി നടത്തിയിരുന്നു. അവർ നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല എന്ന നിലപാടിലാണ് ഇഡി. ഇതിന് പിന്നാലെയാണ് വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനം. കേസിൽ ഇത് ആദ്യമായിട്ടാണ് വീണയെ ഇഡി നേരിട്ട് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയം. നേരത്തെ വീണയുടെ പിതാവ് പ്രതിപക്ഷ നേതാവായുള്ള പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ നിരവധി റെയ്ഡുകൾ നടന്നിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിലാണ് ഇഡി അന്വേഷണം. എന്തായാലും അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയിട്ടുള്ള അപ്പീൽ ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളിയിരിക്കുന്ന സാഹചര്യമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIR
പരാതിയോ വേണ്ടതില്ല എന്നുള്ളത് അടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ രണ്ടാഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നാണ് CMRലെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതെങ്കിലും അതിനൊക്കെ അനുമതി ലഭിക്കാതിരിക്കുന്ന സാഹചര്യമാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ പിണറായി ശ്രമിച്ച മകളെ സംരക്ഷിക്കാനുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ അതൊക്കെ ഒന്നുമല്ലാതാകുന്നു, മകൾക്ക് കുരുക്കു മുറുകുന്നു എന്ന് ചുരുക്കം.